കുറേ വർഷങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ കുറേ വർഷങ്ങളായുള്ളൊരു അസുലഭ നിമിഷമാണ്. അതിൻ്റെ അകത്തൊരു കറക്ഷനുണ്ട്. അത് മീഡിയക്കാർ ഇങ്ങനെ ആക്കിയതാണ്. കാരണം നമ്മളങ്ങനെ പ്രണയിച്ച് നടന്നതൊന്നും അല്ല. മനസ്സിലൊരു ഇഷ്ടം തോന്നിയത് ഡെലിവറി പറഞ്ഞിട്ട് പോലും ഇല്ല. അത് മനസ്സിൽ ഇങ്ങനെ ഇന്നും അത് പറയാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല. രണ്ടുപേരും പിന്നെ രണ്ടു വഴിക്ക് അങ്ങ് പോയി. രണ്ടുപേർക്കും ഓരോ ഫാമിലി ഉണ്ടായി, അതിൽ സെറ്റിൽഡ് ആയിരുന്നു. ഈ 40-45 വർഷം പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. അല്ലാതെ പ്രണയിച്ച് 40 വർഷം നടന്നു എന്ന് പറയുന്നതൊക്കെ വളരെ തെറ്റായ വാർത്തയാണ്. അങ്ങനെ ഒരു സംഭവമേ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് ചെറിയ പ്രായത്തിൽ ദേഹത്തിനും പ്രായം കുറവ്, എനിക്കും പ്രായം കുറവ്. ആ സമയത്ത് മനസ്സിലൊരു അട്രാക്ഷൻ ഉണ്ടാവാം ആരോടായാലും. ഒരു സ്ത്രീയും പുരുഷനും കാണൂല അങ്ങനെ ആരോടും അട്രാക്ഷൻ ഇല്ല. അങ്ങനെ ഒരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷെ പറഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെ അത് പ്രണയം 40 വർഷം കൊണ്ട് നടന്നിട്ട് ഇപ്പം പൂവണിഞ്ഞതൊന്നും അല്ല. അതൊരു തെറ്റായതാണ്. ഒരു ലെറ്റർ തന്നിരുന്നു, പക്ഷെ അത് എനിക്ക് കിട്ടി, ഞാൻ കണ്ടിട്ടുമില്ല. കിട്ടിയത് അത് എങ്ങനെയോ അത് മിസ്സായി. അല്ല, അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു പണ്ട്? ഏത് സമയത്ത്? റിലേഷൻഷിപ്പ് എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. അന്ന് നോക്കുക, കാണുക, ചിരിക്കുക. സ്കൂളിൽ പഠിക്കുമ്പോൾ? സ്കൂളിൽ പഠിച്ചു, 10th പാസ് ഔട്ട് ആയി, റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1 month കോഴ്സായിരുന്നു. അപ്പോൾ അതിന് പോയപ്പം അവിടെ ജോലി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പം അതും ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. ചെറുപ്പം 20 വയസ്സോ ഒരു ഓൾമോസ്റ്റ് 21-20 വയസ്സോ കാണുമോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഒരു ലെറ്റർ അച്ഛന് കൊടുക്കാനാന്ന് പറഞ്ഞൊരു ഡയറി തന്ന. അച്ഛൻ അവിടുത്തെ മെമ്പർ ആയതുകൊണ്ട് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. അപ്പോൾ ഇത് അച്ഛന് കൊടുത്തേക്കുമെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ടീച്ചറിനോട് കൊടുത്ത് ടീച്ചർ എനിക്ക് തന്നു. ഈ ഡയറി തുറന്നു പോലും ഞാൻ നോക്കിയില്ല. അതേപോലെ അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു. അച്ഛൻ ഈ ഡയറി അത് അച്ഛനും തുറന്നു നോക്കിയില്ല. അച്ഛനവിടെ മേശപ്പുറത്ത് വെച്ചു. ഇതിൻ്റെ അകത്ത് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതുമില്ല, അച്ഛനും കണ്ടില്ല. അത് പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായത് എന്തെങ്കിലും പ്രശ്നം ആയാലോ എന്ന് കരുതി വൈകിട്ട് തന്നെ അത് ആളിനെ വിട്ട് എടുപ്പിക്കുകയും ചെയ്തു. അതൊന്നും ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ ഇപ്പൊ പറയുമ്പോഴാണ് അറിയുന്നത്. ഈ റീസെന്റ് ആയിട്ടാണ് ലെറ്ററിന്റെ കഥ അറിയുന്നത്. അതിന്റെ അകത്ത് എന്താണെന്ന് പോലും ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്നായിരുന്നു ആ ലെറ്റർ? പ്രണയാഭ്യർത്ഥന തന്നെ ആയിരുന്നു? ഇല്ല, 2 ലൈനേ ഉള്ളായിരുന്നു. 2 ലൈൻ ഇംഗ്ലീഷിൽ 2 ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം രണ്ടുപേരും 2 ലൈഫ് കണ്ടിട്ടേ ഇല്ല. 2 സെറ്റിൽഡ് ആയി. പിന്നെ അപ്പോഴേ വിദേശത്ത് ജോലിയായി അങ്ങ് പോയി. പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാനും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ആയിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെയും കല്യാണം അതേ വർഷം 1987 ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം. പിന്നെ 2 ഫാമിലിയായി, രണ്ടുപേരും രണ്ടിടത്ത് സന്തോഷമായിട്ട് കഴിഞ്ഞു. ആ ഫാമിലിയും സന്തോഷമായിരുന്നു. അവിടെ 2 ആൺകുട്ടികളാണ്, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുമായിരുന്നു. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും പാർട്ട്നേഴ്സ് എനിക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു. അപ്പോഴേ ഈ ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്ത് വീണ്ടും ഇദ്ദേഹം ഞാൻ കൊല്ലത്തുനിന്ന് എറണാകുളത്തോട്ട് പോകുന്ന 2022 ഇദ്ദേഹം വിദേശത്തുനിന്ന് കൊല്ലത്തോട്ട് വരുന്നത് 2022. അപ്പോഴും കാണുന്നില്ല, അപ്പോഴും അറിയുന്നില്ല.